രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം 99ാമത്തെ അധ്യായം, 99ാമത്തെ എപ്പിസോഡാണ്. 10ാമത്തെ അധ്യായമാണ്. 3ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12:30 നാരായണീയത്തിൻ്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും 12:30 രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ പ്രിയങ്കരിയായ രാധ, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ. ഇതാ ഒന്നേന്ന് തുടങ്ങുകയാണ്. നിങ്ങൾക്കെല്ലാം കേൾക്കാം. ഒരൊറ്റ എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ ബുധനാഴ്ചയും ഉടൻ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചിലർക്ക് എന്നോട് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പിന്നെ അതിന് അതായത് ശരിക്കും പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 96453339 ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ 96453339 എന്നെ വിളിക്കുക. തികച്ചും സൗജന്യമാണ്. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ കിട്ടും, നമ്മൾ സന്ദർശിക്കേണ്ട അമ്പലങ്ങൾ കിട്ടും, ഭക്തമീരയുടെ കഥ, കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ജീവിത കഥ കിട്ടും. പിന്നെ നമ്മുടെ രാധികാ കവചം, രാധികാ കവചം 2 എണ്ണം ഉണ്ട്. അത് 2 എണ്ണവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. ആ വരികൾ ഉൾപ്പെടെയും വരികൾ ഇടാതെയും നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ ഒരു പുതിയ അറിവ്, പുതിയ എനർജി, പോസിറ്റീവ് എനർജിയുമായിട്ട് ഉണരാനായിട്ട് പിന്നെ നമുക്ക് മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. ഇതെല്ലാം കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഗൗരിയാണ്. ഗൗരി, മലപ്പുറത്തുള്ള ഗൗരി എന്ന കൊച്ചു മിടുക്കിക്കാണ് അതിനുള്ള ഭാഗ്യം വന്നിരിക്കുന്നത്. ഈ വീഡിയോ, അതായത് ആ പാടുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിടുക്കി കുട്ടിയായ ആരാണ്? ആ ഗൗരിയാണ്. ഗൗരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, എന്നെ സമീപിക്കുന്നതിന് മുമ്പ് ഗൗരി ഒരു കൃഷ്ണഭക്തയായിരുന്നു. എന്നെ സമീപിച്ച് കഴിഞ്ഞതിന് ശേഷം ഗൗരി ഒരു കഠിനയായ രാധാഭക്തയായി മാറി. ഇന്ന് ഗൗരിക്കടുത്ത് നിങ്ങൾ ആരെങ്കിലും കൃഷ്ണനെ വേണോ രാധയെ വേണോ, ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഗൗരി ചൂസ് ചെയ്യുന്നത് ആരെയാണ്? രാധാറാണി അമ്മയെയാണ്. അത്രയ്ക്ക് കഠിനമായ രാധാഭക്തിയിലും ഒഴുകിയിരിക്കുന്ന ആളാണ് ആര്? ഗൗരി. ആ ഗൗരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഗൗരി എനിക്ക് നാരായണീയത്തിന്റെ ഈ ശ്ലോകം എന്ത് ചെയ്യുന്നത്? പാടിത്തരുന്നത്. ബഹുമിടുക്കിയാണ്. ആ ദൈവാധീനമുണ്ട്. അപ്പൊ നമ്മുടെ ഗൗരി, മലപ്പുറത്തുള്ള ഗൗരി അതിസുന്ദരമായിട്ട് ഇത് പാടുകയാണ്. അത് കേട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. താവസ്സസർജ മനസാ സനഗം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേനനുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണീം. അപ്പോൾ നമ്മുടെ ഗൗരി ഇത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ആ ശ്ലോകം കേട്ടെ. താവത് സസർജ മനസാ സനഗം സനന്ദം ഭൂയ സനാതന മുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മിണി തു തേന നിയുജ്യമാന മാനാസ്ത്വത്പാദഭക്തി രസിക ജഗ്രഹുർന്ന വാണി. അർത്ഥം എഴുതിക്കോ. താവത് അർത്ഥം അപ്പോൾ, സസർജ സൃഷ്ടിച്ചു, മനസ മനസ്സുകൊണ്ട്, സനാതന മുനിം സനാതന മഹർഷിയെയും, സനത് കുമാരം സനത് കുമാരനെയും, ഭൂയ വീണ്ടും, സൃഷ്ടികർമ്മണി അർത്ഥം സൃഷ്ടികർമ്മത്തിൽ, തേന ബ്രഹ്മാവിനാൽ, നിയുജ്യമാന നിയോഗിക്കപ്പെട്ട അവർ, ത്വത്പാദഭക്തി രസിക അവിടുത്തെ പാദഭക്തിയിൽ രസിക്കുന്ന, ജഗ്രഹുർന അർത്ഥം സ്വീകരിച്ചില്ല, വാണീം വാക്കിനെ, മനസ്സിലായി? അതായത് ബ്രഹ്മാവിന്റെ വാക്കിനെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും സനകൻ, സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ എന്നീ മഹർഷിമാരെ തൻ്റെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ ബ്രഹ്മാവ് മനസ്സിൽ നിന്നൊരു സൃഷ്ടി നടത്തി. അത് 4 പുത്രന്മാരാണ്. അവരുടെ പേരാണ് സനകനും സനന്ദനും സനത്കുമാരനും സനാതനനും. ഇതാണ് അവരുടെ പേര്. എന്നിട്ട് അവരോട് സൃഷ്ടികർമ്മം നടത്താൻ ബ്രഹ്മാവ് പറഞ്ഞു. പക്ഷെ അവരാകട്ടെ ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ, അതായത് ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ച കഠിന കൃഷ്ണഭക്തരായതിനാൽ അവർ ബ്രഹ്മദേവന്റെ വാക്കുകളെ സ്വീകരിച്ചില്ല. അവർ സൃഷ്ടി കർമ്മം നടത്താൻ വിസമ്മതിച്ചു. അപ്പോ എന്താ പറ്റിയത്? ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ച 4 മക്കളുണ്ട്.
ആ 4 മക്കളുടെ പേര് സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ, അല്ലേ? പിന്നെ സനത്കുമാരൻ, സനാതനൻ. അപ്പൊ ഈ സനകൻ, ഈ 4 പുത്രന്മാരോടും ബ്രഹ്മാവ് തന്നെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അതിനേക്കാൾ താല്പര്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങളെ പൂജിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങള് ആ പാദപത്മങ്ങളെ പൂജിക്കുന്ന ആ പ്രക്രിയയിൽ മുഴുകുകയാണ് സൃഷ്ടികർമ്മത്തിൽ. അല്ലയോ പിതാവേ, അന്നയെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആദ്യത്തെ 2 വരികൾ നോക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി. ഇനി 1ഉം 2ഉം വരികൾ നോക്കേ. താവത് സസർജ മനസ സനകം സനന്ദം ഭൂയ സനാതന മുനിം ച സനത്കുമാരം. താവത് അപ്പോൾ, സസർജ സൃഷ്ടിച്ചു, ഭൂയ വീണ്ടും, ബാക്കി അറിയാം, മനസ്സിൽ നിന്ന്, സനകം സനന്ദം, സനകം സനന്ദനെന്നും സനാതനെന്നും സനത്കുമാരനെന്നും എന്ന മുനിമാരെ സൃഷ്ടിച്ചു. എന്താണ് ഈ 2 വരിയിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്രഹ്മാവ് മനുഷ്യരെയും മറ്റും സൃഷ്ടിച്ചു. പക്ഷേ ആ ശരീരത്തിനകത്ത് കാമ, ക്രോധ, ലോഭ, മോഹാദികളായ തമോ ഗുണങ്ങളെയും കൂടെ സൃഷ്ടിച്ചു വെച്ചു. അതിനകത്ത് ബ്രഹ്മാവിന് പിന്നീട് വലിയ ദുഃഖം തോന്നി. അങ്ങനെ ദുഃഖം തോന്നിയ ബ്രഹ്മാവ് കുറേ നാള് തൻ്റെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടി, താൻ ശുദ്ധനാകുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മാവ് വീണ്ടും വിശുദ്ധനായി മാറി. അങ്ങനെ വിശുദ്ധനായി മാറിയ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തൻ്റെ മനസ്സുകൊണ്ട് 4 മക്കളെ സൃഷ്ടിച്ചു. ആ 4 മക്കളാണ് സനകൻ, സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ. അപ്പൊ ഇവര് 4 പേരും ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബ്രഹ്മാവിന്റെ, ഇവിടെ വളരെ ശ്രദ്ധിക്കണം, ഈ 4 പേരും ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിന്റെ മനസ്സാകട്ടെ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തതുകൊണ്ട് അത്യന്തം പവിത്രമായി ജ്വലിച്ചിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അതായത് മഹാവിഷ്ണുവിന്റെ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് അത്യന്തം പവിത്രമായി വെട്ടിത്തിളങ്ങുന്ന മനസ്സിൽ നിന്നാണ് നമ്മുടെ സനകനും സനന്ദനും സനത്കുമാരനും സനാതനനും ഒക്കെ എന്ത് ചെയ്തത്? പിന്നെ ജനിച്ചത്. അപ്പൊ അത്യന്തം വിശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണ് ഇവര് ജനിച്ചത്. ഈ ബ്രഹ്മപുത്രന്മാര് തന്നെ പലരുണ്ട്. ഇപ്പൊ നാരദൻ ബ്രഹ്മപുത്രനാണ്, ദക്ഷൻ ബ്രഹ്മപുത്രനാണ്, അങ്ങനെ നിരവധി പേരുണ്ട്. പക്ഷെ അവരൊക്കെ ബ്രഹ്മദേവന്റെ ഓരോ അവയവങ്ങളിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മദേവന്റെ മടിയിൽ നിന്നാണ് നാരദൻ ജനിച്ചതെങ്കിൽ അങ്കുഷ്ടത്തിൽ നിന്നാണ്, വിരലിൽ നിന്നാണ് ആര് ജനിച്ചിരിക്കുന്നത്? ദക്ഷൻ ജനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ സനകൻ തുടങ്ങിയ 4 മക്കളാകട്ടെ പിതാവിന്റെ യാതൊരു അവയവങ്ങളുമായി അവർക്ക് ബന്ധമില്ല. പിതാവിന്റെ ഒരു അവയവത്തിൽ നിന്നുമല്ല അവര് ജനിച്ചിരിക്കുന്നത്. അവര് ജനിച്ചിരിക്കുന്നത് പിതാവിന്റെ മനസ്സിൽ നിന്നാണ്. പിതാവിന്റെ മനസ്സാകട്ടെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് തമോ ഗുണം കൊടുത്തതിൽ ഖേദം കൊണ്ട് ഹൃദയത്തിൽ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുകയും അങ്ങനെ ഹൃദയം അഥവാ മനസ്സ് അങ്ങേയറ്റം വിശുദ്ധമായി തീരുകയും ആ പവിത്രമായ മനസ്സുകൊണ്ടാണ് സനകനെയും സനാതനെയും സനന്ദനെയും ഒക്കെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ 4 മഹർഷിമാരും മറ്റുള്ളവരെ പോലെയല്ല, അവരങ്ങേയറ്റം അത്യന്തം വിശുദ്ധരായി മാറി. ഈ സനകനൊക്കെ ഗോലോകത്തിൽ വരെ പ്രവേശനമുള്ളവരാണെന്നും നിങ്ങൾ അറിയുക. ഇനി നമുക്ക് 3ാമത്തെയും 4ാമത്തെയും വരികള് നമുക്കൊന്ന് നോക്കാം. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. തേ
സൃഷ്ടി കർമ്മണി തൂ തേന നിയുജ്യ മാനസാ ത്വത്പാദഭക്തി രസിക ജാഗൃഹുന്ന വാണീം. സൃഷ്ടികർമ്മണി അർത്ഥം സൃഷ്ടികർമ്മത്തിൽ, തേന ബ്രഹ്മാവിനാൽ, നിയുജ്യമാന നിയോഗിക്കപ്പെട്ട അവര്, ത്വത്പാദഭക്തി രസിക അവിടുത്തെ പാദഭക്തിയിൽ രസിക്കുന്ന, ജഗൃഹു സ്വീകരിച്ചില്ല, വാണീം വാക്കിനെ, അതായത് ബ്രഹ്മാവിന്റെ വാക്കിനെ. അപ്പൊ എന്താണ് 3-4 വരികളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, സനകാദികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ വിശുദ്ധമായ മനസ്സിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പൊ അവർ അങ്ങേയറ്റം പവിത്രരായിട്ടുള്ള മഹർഷിമാരാണ്. ഇവരോടാണ് നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ വേണ്ടി പറഞ്ഞത്. അതായത് തൻ്റെ കർമ്മങ്ങൾ തൻ്റെ മക്കളും കൂടെ ഏറ്റെടുക്കണമെന്ന് തോന്നി. തൻ്റെ ചുമതല ഈ മക്കൾക്കും കൂടെ പങ്കുവയ്ക്കാൻ ബ്രഹ്മാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് സനകാദികളെ കൊണ്ട് സൃഷ്ടി നടത്താൻ ബ്രഹ്മാവ് ആഗ്രഹിച്ചു. അതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. ബ്രഹ്മാവ് ആദ്യം സൃഷ്ടി നടത്തിയപ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്തത്? മനുഷ്യരിലും മറ്റും തമോ ഗുണങ്ങള്, കാമ ക്രോധ ലോഭ മോഹങ്ങള് സൃഷ്ടിച്ചു. എന്നാൽ സനകാദികള് വിശുദ്ധമായ മനസ്സിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവര് സൃഷ്ടി നടത്തിയാൽ ആ സൃഷ്ടികർമ്മങ്ങളിൽ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയ അവിദ്യകളൊന്നും കാണില്ല. അപ്പൊ സനകാദികൾ സൃഷ്ടി നടത്തിയാൽ അത് മുഴുവനും ആരായിരിക്കും? നല്ല 100% വിശുദ്ധരായവരായിരിക്കും. അവർക്ക് വേഗം മോക്ഷം കിട്ടും. പക്ഷെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയാൽ ഈ തമോ ഗുണങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മാവ് സനകാദികളോട് സൃഷ്ടി നടത്താൻ പറഞ്ഞത്. പക്ഷെ സനകാദികളാകട്ടെ ബ്രഹ്മാവിന്റെ നിർദ്ദേശം എന്തില്ല, സ്വീകരിച്ചില്ല. അവർക്ക് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങൾ പൂജിക്കുന്നതാണ് കൂടുതൽ ആനന്ദകരമായിട്ട് തോന്നിയത്. കാരണം അവര് ബ്രഹ്മാവിന്റെ ഭക്തി നിറഞ്ഞ മനസ്സിൽ നിന്നാണ് ജനിച്ചത്. നമ്മുടെ ജനനം അങ്ങനെയാണ്. ത്രിസന്ധ്യയ്ക്ക് താമസ ഗുണം തമോ ഗുണമുള്ള സമയത്ത് ജനിക്കുന്നവനൊക്കെയാണ് അസുര സൃഷ്ടിയായി അച്ഛനെയും അമ്മയൊക്കെ വധിക്കുന്നത്. ഇത് ബ്രഹ്മാവിന്റെ ഭക്തി നിറഞ്ഞ മനസ്സിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭക്തിപ്രധാനമായ സ്വാത്വിക കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. സൃഷ്ടികർമ്മം എപ്പോഴും രജോ ഗുണമാണ്. ആ രജോ ഗുണം ചെയ്യാൻ സനകാദികൾക്ക് പറ്റില്ല. അതുകൊണ്ട് സനകാദികൾ സൃഷ്ടി നടത്താൻ വിസമ്മതിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, സന എന്ന ശബ്ദത്തിന്റെ അർത്ഥം പോലും യാതൊരു വികാരവുമില്ല, നിർവികാരം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ലൗകികമായ യാതൊരു സുഖങ്ങളോടും ഒരു താല്പര്യവുമില്ല, അവിടൊക്കെ നിർവികാരതാണ്. അപ്പൊ സന എന്ന വാക്കിന്റെ അർത്ഥം നിർവികാരത, വികാരമില്ലായ്മ എന്നാണ്. ഈ 4 മക്കളുടെ പേരിലും സന എന്ന ശബ്ദമുണ്ട് ഇല്ലേ? സനകൻ, സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ എന്ന് പറഞ്ഞാൽ ഈ 4 മക്കളും ലൗകിക സുഖങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ല. അവര് നിർവികാരരാണ്, അവർ ഈശ്വര തുല്യരാണ്. അവര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദഭക്തിയിൽ, മഹാവിഷ്ണുവിന്റെ പാദഭക്തിയിൽ ആനന്ദിക്കുന്നവരാണ്. അവർ ഭഗവാനെ മാത്രം ആശ്രയിച്ചു കഴിയുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ്. അവർക്കൊരിക്കലും സൃഷ്ടികർമ്മം നടത്താൻ പറ്റില്ല. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സൃഷ്ടികർമ്മം നടത്താൻ പറ്റില്ല. ഓർമ്മിക്കുക, ഭഗവാനിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ സൃഷ്ടികർമ്മങ്ങൾ നടത്താതെ മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കണമെങ്കിൽ നമ്മൾ അവിവാഹിതരായിരിക്കണം, വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അവിവാഹിതരെന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. കാരണം അവിവാഹിതർ 60% ദൈവത്തോട് അടുത്ത് നിൽക്കുകയാണ്. അവിവാഹിതർ 60% മായയിൽ നിന്നും മുക്തരാണ്. എന്തുകൊണ്ട്? അവർക്ക് ഭാര്യയോടുള്ള ഒട്ടലില്ല,
അമ്മ അച്ഛനൊക്കെ നേരത്തെ മരിക്കും, അവരോടുമുള്ള ഒട്ടൽ തീർന്നു എന്ന്. അല്ലെങ്കിൽ അവർക്ക് അമ്മയും അച്ഛനും ജീവിച്ചിരുന്നാൽ പോലും അതിനോട് വലിയ ഒട്ടൽ അവർക്ക് വരുത്തില്ല എന്ന് മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലാത്തത് കൊണ്ട് മക്കളോടും ഒട്ടലില്ല. ഈ അമ്മയോടും അച്ഛനോടുമുള്ള ഒട്ടലൊക്കെ നിവർത്തിയുണ്ട്. കാരണം അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ആ ഒട്ടല് പോകും. പക്ഷെ മക്കളോടുമുള്ള ഒട്ടല് ഭയങ്കരമാണ്. അവര് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ പിന്നെ ആ ഒട്ടല് നമുക്ക് കൂടും. അപ്പോൾ ഏറ്റവും വലിയ മായ, മോക്ഷത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഭാര്യ മക്കൾ ഈ ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളിവിടെ മക്കളില്ലാത്തവർ ഓരോരുത്തരും ദുഃഖിക്കുന്നത് കാണാം, ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തുന്നത് കാണാം. സത്യത്തിൽ നിങ്ങൾ ഭഗവാന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് മക്കളില്ലാതിരിക്കുന്നത്. മക്കളില്ലാത്തതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മായയായ മക്കളോടുള്ള ഒട്ടലിൽ നിന്ന് അവർ മുക്തരാ. അവർ 60% മായയെ ജനിച്ച് 60% മായയെ ജയിച്ച് 60% ഭഗവാനോട് അടുത്ത് നിൽക്കുക. അവർ വെറുതെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവിവാഹിതരാണ്, ഇഷ്ടം പോലെ കാശുണ്ടെന്നും പറഞ്ഞ് വെള്ളവും അടിച്ച് ജീവിക്കാതെ ഒരു 40% മതി നിങ്ങൾക്കിനി. ഭഗവാനെ നിങ്ങളൊന്ന് സേവിച്ചേ. അവിവാഹിതര് ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ വേഗം ഭഗവാനോട് അടുക്കാൻ പറ്റും. കാരണം അവർക്ക് വേറെ ആരും ഇല്ലല്ലോ, ഇപ്പുറത്ത് മക്കളില്ല, സ്നേഹിക്കാൻ ഭാര്യയില്ല. അവർ വേഗം അങ്ങ് അടുക്കും. ഒരു 40% പ്രയത്നിച്ചാൽ മതി. അതുകൊണ്ട് അവിവാഹിതരെ നിങ്ങളൊരു 40% പ്രയത്നിച്ചാൽ ഭഗവാന്റെ ലോകത്തെത്താം. രാധാഭക്തർക്ക് ഗോലോകത്തെത്താം, വിഷ്ണു ഭക്തർക്ക് വൈകുണ്ഠത്തെത്താം, ശിവഭക്തർക്ക് കൈലാസത്തെത്താം. അതുകൊണ്ട് അവിവാഹിതരെ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിതം പാഴാക്കരുതേ. മറ്റുള്ളവരൊക്കെ എന്താണ് പറയേണ്ടത്? 100% പരിശ്രമിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി 60% അവിവാഹിതരായതുകൊണ്ട് ഏറ്റവും വലിയ മായയായ മക്കള്, ഭാര്യ ഈ ഒട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ബാക്കി അച്ഛനമ്മ ഒട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ 40% പുല്ലുപോലെ നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ അവിവാഹിതരാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ, ഭഗവാനെ സേവിച്ചാൽ നിങ്ങൾക്ക് ഭഗവാന്റെ ലോകം പോകാം, ദേവിയുടെ ലോകം പോകാം. അതുകൊണ്ട് അവിവാഹിതരെ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.